ഇതിനകത്തൊരു പെൻസിലുണ്ട്. പിന്നെന്താണ്, ലിപ്പ് ആൻഡ് ആർട്ടിൻ്റെ കോണാണ് കേട്ടോ ഇത്. ഹാൻഡ് ക്രാഫ്റ്റ് കോൺസ് ആണിത്. ഇതിനകത്ത് 4 കോൺസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4 കോൺസ്. പിന്നെ ഇത് വന്നിട്ട് മിററാണ്. ആൻഡ് മിററിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ ഇതിനകത്ത് എത്ര ഷേപ്പ് ഉണ്ടെന്ന് നോക്കാം. 1 2. ഇതിൽ കുറച്ച് ഡാമേജസ് ഉണ്ട് കേട്ടോ, ചെറിയ ഡാമേജ് ഉണ്ട് മിററിൽ. സോ ഇത് സർക്കിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ അതെനിക്ക് ഡാമേജ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതല്ല, ക്വാണ്ടിറ്റി ഫേസിൽ നമ്പേഴ്സ് കുറവാണ് വളരെ. പിന്നെ ഡയമണ്ടിൻ്റെ ഒരെണ്ണമുണ്ട്, അത് പിന്നെയും കുഴപ്പമില്ല, ക്വാളിറ്റിക്ക് ഉണ്ട്. പിന്നെ കുട്ടി ഡയമണ്ട്സ്, സർക്കിളിൻ്റെത് വലുത് കുറച്ചുള്ളൂ, കുട്ടി ഡയമണ്ട്സ് അതിലും ചെറിയ ഡയമണ്ട്സ്. സോ ചെറിയ ഡാമേജസ് ഒക്കെ ഉണ്ട്, നമ്മൾ വിചാരിച്ചത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, നമ്മൾ സർക്കിളായിട്ടുള്ളത് കുറച്ച് കൗണ്ട്സേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ലിപ്പ് ആൻഡ് ആർട്ട് ചെയ്യാനുള്ള 2 ക്ലേസ് അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ ക്ലേസ്. അതിനകത്ത് ചെയ്യാനുള്ള ഗമ്മുണ്ട്. പിന്നെ നമുക്ക് ഡോട്ടിങ് മെഷീനുണ്ട്. ഇത് നമുക്ക് ക്ലേന് എന്താ പറയുക, മോൾഡ് ചെയ്യാനായിട്ടുള്ള സാധനമുണ്ട്. പിന്നെ നമ്മൾ ലിപ്പ് ആൻഡ് ചെയ്യാനായിട്ടുള്ള ബോർഡാണ് കേട്ടോ. ഇത് എത്ര ഇഞ്ച് ഉണ്ടാവും? ഒരു സൈഡൊക്കെ ഒരുമാതിരി കഴിഞ്ഞിട്ടാണ് കിട്ടിയിരുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ. സോ ഗൈസ്, നമ്മൾ ലിപ്പ് ആൻഡ് ആർട്ട് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഒരു ബിഗിനേഴ്സിന് പറ്റിയ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ കുറവായിട്ടുണ്ട്. സർക്കിളിൻ്റെ എണ്ണങ്ങൾ കുറവാണ്, ഇതിൽ കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. നമ്മൾ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സൂക്ഷിച്ച് പർച്ചേസ് ചെയ്യുക. അഫോർഡബിൾ റേറ്റ് ആണ്, ബിഗിനേഴ്സിന് ഓക്കെ ആണ്. ബട്ട് എനിക്കിത് ജസ്റ്റ് ഓക്കെ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ബൈ.